ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. തൊഴിലാളികളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ റഷ്യ സന്ദർശനം ഇന്നു മുതൽ. മധ്യപ്രദേശ് മന്ത്രിസഭാ വികസനം ഇന്ന്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് ശേഷം. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം കേരളത്തിൽ നാളെ പുനരാരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ തുടക്കമാവും. വാർത്തകൾ വിശദമായി. തൊഴിലാളികൾ, ദരിദ്രർ, ദുർബല വിഭാഗക്കാർ തുടങ്ങിയവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻഡോറിലെ ഹുകുംചന്ദ് മിൽ തൊഴിലാളികളെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന 60 മെഗാവാട്ട് സൌരോർജ്ജ പ്ലാന്റിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. തൊഴിലാളികളുടെ കുടിശ്ശികയായ 224 കോടി രൂപയുടെ ചെക്കും കൈമാറി. തൊഴിലാളികളെ ശക്തിപ്പെടുത്തി വികസിത ഭാരത നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. മധ്യപ്രദേശിന്റെ വികസനത്തിൽ ഇൻഡോറിലെ തുണിമില്ലുകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ലോകമെമ്പാടും ആഘോഷങ്ങളുടെയും ആഹ്ലാദത്തിന്റെയും ദിനമാണ് ഇത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തും വിശ്വാസികൾ ആഹ്ലാദത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും കുർബാനയിൽ പങ്കെടുക്കാൻ തിരക്കനുഭവപ്പെട്ടു. മുംബൈയിലും ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. വർണ്ണാഭമായി അലങ്കരിച്ച ദേവാലയങ്ങളിൽ വിശ്വാസികൾ വലിയ തോതിൽ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ടു. ഗോവയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷ പരിപാടികളും ഉണ്ടായിരുന്നു. കേരളത്തിൽ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. ദേവാലയങ്ങൾ നക്ഷത്രവിളക്കുകളാലും വിവിധ വർണ്ണങ്ങളിലുള്ള വൈദ്യുതി ദീപങ്ങളാലും അലങ്കരിച്ചിരുന്നു. വീടുകൾ നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് ട്രീകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഒരുക്കങ്ങൾക്കായി വിപണികളിലും കഴിഞ്ഞ ദിവസം തിരക്കുണ്ടായിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രത്യേക വിരുന്ന് സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് വിരുന്ന്. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ മത അധ്യക്ഷരും ക്രൈസ്തവ സമുദായത്തിലെ പ്രമുഖരും ഉൾപ്പെടെ പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ഭൂമിയിൽ സമാധാനമെന്ന സന്ദേശത്തിലൂടെ നമ്മുടെ മൂല്യബോധത്തെ ക്രിസ്തുമസ് സുദൃഢമാക്കുന്നുവെന്ന് ഗവർണർ പറഞ്ഞു. കേരളീയർ സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നതെന്നും ഏത് വിഷമകാലത്തിനും അപ്പുറം നന്മയുടെ നല്ല കാലം ഉണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്തുമസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനം ഇന്നു മുതൽ. 5 ദിവസത്തെ സന്ദർശനത്തിനിടെ റഷ്യൻ ഉപപ്രധാനമന്ത്രിയും വ്യവസായ വ്യാപാര മന്ത്രിയുമായ ഡെന്നിസ് മെൻഡുറോവുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെയും അദ്ദേഹം കാണും. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുക സന്ദർശനത്തിലെ പ്രധാന ലക്ഷ്യമാണ്. മധ്യപ്രദേശിൽ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3:30 പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മോഹൻ യാദവ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ കണ്ടിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ഈ മാസം 13 ശ്രീ മോഹൻ യാദവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എല്ലാ തലമുറകൾക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ സമാഹരിച്ച കൃതികളുടെ പ്രകാശനം അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും മറ്റ് പ്രമുഖരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഹൈന്ദവ അവകാശങ്ങൾക്ക് കേരളത്തിൽ വർഗീയ നിറം നൽകുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം കുന്നമഠത്തിൽ നടദേവി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വന്തം സ്വത്വവും പാരമ്പര്യവും തിരികെ പിടിക്കാൻ സനാതന ധർമ്മികളെ പോലെ പോരാട്ടം നടത്തേണ്ടി വന്നിട്ടുള്ള മറ്റൊരു ജനതയും ഉണ്ടാവില്ലെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ നാളെ പര്യടനം പുനരാരംഭിക്കും. വിവിധ ജില്ലകളിൽ വിജയകരമായി പുരോഗമിച്ചുവന്ന യാത്ര 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാളെ പുനരാരംഭിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നാളെ രാവിലെ തളിപ്പറമ്പ് നഗരസഭയിലും ഉച്ചയ്ക്ക് ആന്തൂർ നഗരസഭയിലും യാത്ര എത്തും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. മറ്റു ജില്ലകളിലും യാത്ര നാളെ പുനരാരംഭിക്കും. സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ, വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് അനുവദിച്ച പ്രത്യേക വന്ദേ ഭാരത് ട്രെയിൻ ഇന്ന് സർവീസ് നടത്തുന്നു. ചെന്നൈ മുതൽ കോഴിക്കോട് വരെയാണ് പ്രത്യേക സർവീസ്. പുലർച്ചെ 4:30 ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഉച്ചകഴിഞ്ഞ് 3:20 കോഴിക്കോടെത്തും. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഇന്ന് ജമ്മു സന്ദർശിക്കും. ജമ്മുവിലെ പൂഞ്ച് ജില്ലയിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉന്നതതല സംഘവും കരസേനാ മേധാവിയെ അനുഗമിക്കുന്നുണ്ട്. വ്യാഴാഴ്ച സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 4 ജവാന്മാർ വീരമൃത്യു വരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ വേധ കപ്പലായ ഇംഫാൽ നാളെ കമ്മീഷൻ ചെയ്യും. മുംബൈയിലെ നാവിക താവളത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലാകും കമ്മീഷനിംഗ്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് മസഗോൺ ഡോക്ക് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് കപ്പൽ. നാവികസേനയുടെ വിശാഖപട്ടണം ക്ലാസ് യാനങ്ങളിൽ 3ാമത്തേതാണ് ഇത്. 7400 ടൺ ഭാരവും 164 മീറ്റർ നീളവും അത്യാധുനിക ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ INS ഇംഫാലിനുണ്ട്. ഇന്ത്യൻ തീരത്തിനു സമീപം രാസവസ്തുക്കളുമായി വന്ന കപ്പലിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഈ മേഖലയിൽ നാവികസേനയുടെ നിരീക്ഷണം ശക്തമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഡ്രോൺ പതിച്ച ചരക്ക് കപ്പലിനു വേണ്ട അടിയന്തര സഹായം നാവികസേന നൽകിയതായും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ തീരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേന പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ന്യൂഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരും വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ഹിമാചൽ പ്രദേശിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ വർധന. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി ഷിംല, മണാലി, ധരംശാല, ഡൽഹൌസി എന്നിവിടങ്ങളിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല വലിയ ഉണർവിലായിരിക്കും. 20ാമത് ന്യൂറോ അപ്ഡേറ്റ് 2023 സമ്മേളനം മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉദ്ഘാടനം ചെയ്തു. നാഡീവ്യവസ്ഥ സംബന്ധിച്ച ചികിത്സയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ പ്രശസ്ത ഡോക്ടർമാർ പങ്കെടുക്കുന്നു. ഗുജറാത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് 20 വർഷം മുൻപ് അന്നത്തെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി ആരംഭിച്ചതെന്നും ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, രാസവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഈ ആഗോള ഉച്ചകോടിയുടെ നേട്ടങ്ങൾ പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലിഫോർണിയയിലെ ഹൈന്ദവ ക്ഷേത്ര ചുമർ വികൃതമാക്കിയ സംഭവത്തെ ഇന്ത്യൻ വംശജരായ 3 പ്രമുഖ അമേരിക്കൻ ജനപ്രതിനിധി സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി നിയമനിർമ്മാതാക്കൾ അപലപിച്ചു. ഇതിനുത്തരവാദികളായവർ ഇതിനു മറുപടി പറയണമെന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കുന്നത്. രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ആശംസ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. തൊഴിലാളികളുടെയും ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ 5 ദിവസത്തെ റഷ്യ സന്ദർശനം ഇന്നു മുതൽ. മധ്യപ്രദേശ് മന്ത്രിസഭാ വികസനം ഇന്ന്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് ശേഷം. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര പര്യടനം കേരളത്തിൽ നാളെ പുനരാരംഭിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ തുടക്കമാവും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.